നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. അന്തരീക്ഷ മലിനീകരണം, അലർജി, പിന്നെ ഇപ്പോൾ ഉണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനം ഇതെല്ലാം കാരണം ആസ്മ രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. എന്തൊക്കെയാണ് ആസ്മയ്ക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ള ചികിത്സ എന്നാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റായ ഡോക്ടർ പ്രവീൺ കുമാർ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, എന്താണ് ആസ്മ എന്ന ഈ രോഗം എന്ന് വിശദീകരിക്കാമോ? ശ്വാസതടസ്സം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ആസ്മ. ഇത് മുതിർന്നവരെയും കുട്ടികളെയും ബാധിക്കുന്നു. അലർജി മൂലം ശ്വാസനാളികളിൽ നീർവീഴ്ച ഉണ്ടാവുകയും ശ്വാസനാളം അടഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ആസ്മ. ഇതുമൂലം ശ്വാസം എടുക്കുമ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ ശ്വാസകോശത്തിലേക്ക് വരുന്നത് തടയുന്നു. ഇതാണ് പ്രധാനമായും ഇതിൻ്റെ കാരണം. സാധാരണ ആളുകളിൽ ശ്വാസകോശത്തിൻ്റെ നാളികളുടെ ഭിത്തികളിലെ കലകൾ നേരിയതായിരിക്കും, പേശികൾ അയഞ്ഞിരിക്കും. എന്നാൽ ആസ്മ ഉണ്ടാകുമ്പോൾ ഈ ശ്വാസകോശ നാളികളുടെ ഭിത്തികൾ വലിഞ്ഞു മുറുകിയിരിക്കും. കൂടാതെ അതിൻ്റെ ഭിത്തിയിൽ നീർക്കെട്ടുണ്ടാകും. അതിനു പുറമെ അതിനുള്ളിൽ കഫം നിറഞ്ഞിരിക്കും. എന്തൊക്കെയാണ് ഈ ആസ്മയാണെന്ന ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്? പ്രധാനമായും ശ്വാസതടസ്സമാണ് ഒരു ലക്ഷണം. വിട്ടുമാറാത്ത ചുമ, പ്രത്യേകിച്ചും രാത്രിയിൽ. നെഞ്ചിൽ ഒരു പിടുത്തം. ചുമയോടൊപ്പം കഫക്കെട്ടും ഉണ്ടാകും. നടക്കുമ്പോഴും എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ട് ഇരിക്കുമ്പോഴും ഒരു കിതപ്പുണ്ടാകും. പിന്നെ നെഞ്ചിൽ നിന്ന് വിസിലടിക്കുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കാം. ഇതിനൊപ്പം മൂക്കൊലിപ്പ്, തുമ്മൽ, കണ്ണ്, തൊണ്ട എന്നിവയിൽ ചൊറിച്ചിൽ, ഇതൊക്കെയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. എപ്പോഴും ഉണ്ടാകുന്ന ഈ ശ്വാസതടസ്സം അല്ലെങ്കിൽ നെഞ്ചെടുപ്പൊന്നും ഒരിക്കലും ആസ്മയാകുന്നില്ല. സ്ഥിരീകരിക്കാൻ എന്തൊക്കെയാണ് മാർഗങ്ങളുള്ളത്? ഈ മേൽപ്പറഞ്ഞ ചുമ, ശ്വാസതടസ്സം, നെഞ്ചിൽ വിസിലടിപ്പ് തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കൂടിയ ആൾക്കാരെ നമ്മൾ ചില ടെസ്റ്റുകൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇത് ആസ്മ തന്നെയാണോ ഇനി വേറെ വല്ല അസുഖങ്ങളാണോ എന്നുള്ള കാര്യം. ഇത് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റ് എന്ന് വെച്ചാൽ സ്പൈറോമെട്രി ടെസ്റ്റ് എന്ന് പറയും. അല്ലെങ്കിൽ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്തുന്ന ഒരു ടെസ്റ്റാണിത്. ഇതേ ടെസ്റ്റ് തന്നെ നമുക്ക് ശ്വാസകോശം വികസിക്കാനുള്ള മരുന്ന് അല്ലെങ്കിൽ ബ്രോങ്കോഡൈലേറ്റർ മരുന്ന് കൊടുത്തതിന് ശേഷം ആവർത്തിക്കുന്നത് രോഗനിർണയം കൂടുതൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മറ്റ് ശ്വാസതടസ്സ രോഗങ്ങളായ COPD അല്ലെങ്കിൽ സ്ഥായിയായ ശ്വാസകോശ ചുരുക്ക രോഗം ഉണ്ടോ എന്നറിയാൻ, അതാണോ ആസ്മയാണോ എന്നറിയാൻ ഈ ടെസ്റ്റ് സഹായിക്കും. കൂടാതെ ചില രോഗികളിൽ മറ്റ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചുമയും ശ്വാസതടസ്സം ഉണ്ടോ എന്നറിയാൻ വേണ്ടി നെഞ്ചിൻ്റെ എക്സ്റേ പരിശോധന ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് ചിലർക്ക് TB ആവാം, ചിലർക്ക് നെഞ്ചിൽ കാറ്റ് അല്ലെ എയർ കുടുങ്ങിയിരിക്കുന്നതാവാം, അല്ലെങ്കിൽ കഫക്കെട്ട്, ന്യൂമോണിയ തുടങ്ങിയവയുടെ തുടക്കത്തിലും ഇങ്ങനെ ചുമയും ശ്വാസതടസ്സം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ തിരിച്ചറിയാൻ വേണ്ടി നെഞ്ചിൻ്റെ എക്സ്റേ പരിശോധന ചിലർക്ക് ചെയ്യേണ്ടി വരും. അപൂർവമായി ചിലർക്ക് രോഗം മനസ്സിലാക്കാൻ നെഞ്ചിൻ്റെ സ്കാൻ വരെ ചെയ്ത് നോക്കേണ്ടി വന്നേക്കാം. കോളുണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ചോദ്യം എന്താണ്? ചുമയും ശ്വാസതടസ്സവും ഉണ്ടോ? ഓക്കെ. നെഞ്ചിൽ നിന്ന് വിസിലടിക്കുന്ന പോലെ ശബ്ദം വരുന്നുണ്ടോ? നെഞ്ച് വേദനയൊന്നും ഇല്ലല്ലോ? ഓക്കെ. അത് ഒരുപക്ഷെ രോഗലക്ഷണം കേട്ടിട്ട് ആസ്മയായിരിക്കും. അത് ആസ്മയായിരിക്കും. അലർജി, ആസ്മ തുടങ്ങിയ ലക്ഷണങ്ങളാണ്. നിങ്ങൾ തണുത്ത കാറ്റടിക്കുമ്പോഴോ അല്ലെങ്കിൽ പൊടിപടലം ഉള്ളപ്പോഴോ ഒക്കെ ശ്വാസതടസ്സം കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? അപ്പോൾ അത്
മഞ്ഞുകാലത്ത് കൂടുതൽ. അതെ, അതൊരു മാത്രമാണുള്ളത്. അത് ഒരു തരം ഒരു സീസണൽ ആസ്മ എന്ന് പറയും. ചിലപ്പോൾ ചില പ്രത്യേക സീസണിൽ മാത്രം വരുന്ന മഞ്ഞ്, തണുപ്പ് അല്ലെങ്കിൽ പൊടി തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന സീസണൽ ആസ്മ ആവാൻ സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് ശ്വസന ശേഷി പരിശോധന അല്ലെങ്കിൽ സ്പൈറോമെട്രി എന്നുള്ള ഒരു ടെസ്റ്റ് നോക്കി നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നെഞ്ചിൻ്റെ ഒരു എക്സ്റേയും ഈ ശ്വസനശേഷി പരിശോധനയും അല്ലെങ്കിൽ സ്പൈറോമെട്രി ഒന്ന് ചെയ്ത് നോക്കിയാലും നമുക്ക് അസുഖം ഒന്ന് മനസ്സിലാക്കി അതിൻ്റെ ചികിത്സ തുടങ്ങാൻ പറ്റും. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ ആസ്മ തന്നെ പലതരത്തിലുണ്ടോ? അതെ, ആസ്മ തന്നെ നമുക്കറിയാം. ഇപ്പം ഈ പറഞ്ഞ പോലെ സീസണൽ ആസ്മയുണ്ട്. നമുക്കറിയാം ആസ്മയുടെ പ്രധാന കാരണം അലർജിയാണ്. ഈ അലർജി ചിലപ്പോൾ ഒരു ഏത് തരം അലർജിയാണെന്ന് വെച്ചിട്ട് അതനുസരിച്ചിട്ടായിരിക്കും ഈ ആസ്മ ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് പൊടി അലർജിയുള്ള ഒരാൾക്ക് നമുക്കറിയാം എല്ലാ സീസണിലും പൊടി ഉണ്ടാവില്ല. ചില പ്രത്യേക സീസണിൽ വേനൽക്കാലത്തോ വല്ലതും പൊടി കൂടുതലുണ്ടെങ്കിൽ ആ പൊടി അടിക്കുമ്പോൾ ആസ്മ ഉണ്ടാകും. അപ്പോൾ അതൊരു തരം സീസണൽ ആസ്മയാണ്. മറ്റ് കാരണം എന്ന് വെച്ചാൽ തണുത്ത കാറ്റടിക്കുന്ന ഒരു തണുത്ത കാലാവസ്ഥയിൽ പൊടി ഉണ്ടാവാം. ചില പ്രത്യേക സീസണിൽ നമുക്കറിയാം പൂമ്പൊടികളുടെ എണ്ണം കൂടുതലായിരിക്കും അന്തരീക്ഷത്തിൽ. അപ്പോൾ അത് ശ്വസിക്കുമ്പോൾ ആസ്മ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു സീസണൽ ആസ്മയുടെ വകഭേദങ്ങളാണ്. വേറെ തരം ആസ്മകളുണ്ട്. ഉദാഹരണത്തിന് ഒക്കുപ്പേഷണൽ, ജോലി സംബന്ധമായ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ആസ്മ. ഉദാഹരണം മരപ്പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അപ്പോൾ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പൊടികൾ ഒത്തിരി ശ്വസിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായ ആസ്മ ഉണ്ടാവാം. ഫാക്ടറി ജീവനക്കാർക്ക് അല്ലെങ്കിൽ കൂടുതൽ പൊടിയടിക്കുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഡ്രൈവർമാർക്ക്, തുണിയുമായി ബന്ധപ്പെട്ട ജോലിയിൽ ഏർപ്പെട്ടവർക്കൊക്കെ അതിൻ്റെ ഭാഗമായി പൊടി കൂടുതൽ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആസ്മ ഉണ്ടാകും. അപ്പോൾ അതിനെ ഒക്കുപ്പേഷണൽ ആസ്മ എന്ന് പറയും. ചിലർക്ക് ചില പ്രത്യേക മരുന്ന് കഴിക്കുമ്പോൾ, ഉദാഹരണത്തിന് ആസ്പിരിനൊക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് ആസ്മ ഉണ്ടാവാം. അല്ലെങ്കിൽ ബീറ്റ ബ്ലോക്കർ എന്ന് പറഞ്ഞ ഒരു പ്രഷറിൻ്റെ ഗുളിക കഴിക്കുമ്പോൾ ചിലർക്ക് ആസ്മ ഉണ്ടാകും. അപ്പോൾ അത് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആസ്മ എന്ന് പറയും. പിന്നെ വ്യായാമം ചെയ്യുമ്പം ചിലർക്ക് ആസ്മ ഉണ്ടാകുന്ന കാണാം. അതിന് എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ആസ്മ എന്ന് പറയും. ചില കുട്ടികളിലൊക്കെ ശ്വാസതടസ്സം ഇല്ലാതെ ചുമ മാത്രമായിട്ടുള്ള ആസ്മയും കാണാറുണ്ട്. ഇതിനെ കഫ് വേരിയൻ്റ് ആസ്മ എന്ന് പറയും. ഇങ്ങനെ വിവിധതരം ആസ്മകളുണ്ടെന്ന് പറയാം. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. അതൊരു 4 കൊല്ലമായി തുടങ്ങിട്ടേ ഭയങ്കര ചുമ, ശ്വാസമുട്ടല് പോലെ ഭയങ്കര തുമ്മലുണ്ട്. അപ്പൊ ഈ തണുപ്പായി കഴിഞ്ഞാൽ ഭയങ്കര തുമ്മല്, തല ഭയങ്കര തണുപ്പുണ്ട്. ആൾക്ക് ഭയങ്കര അസ്വസ്ഥത. രോഗലക്ഷണം കണ്ടിട്ട് അതൊരു അലർജി മൂലമുണ്ടാകുന്ന ആസ്മ എന്ന് തോന്നുന്നു. നമ്മൾ ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ ഏതെങ്കിലും പ്രത്യേക വസ്തുക്കളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ കൂടുതൽ തുമ്മലും കൂടുതൽ ശ്വാസം മുട്ടലും ഉണ്ടെങ്കിൽ അത് ഏതാന്ന് മനസ്സിലാക്കി പൊടികളാണ് അല്ലേ? അപ്പൊ അതെ 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 അപ്പം ഒരു പൊടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആസ്മ ആവാനാണ് സാധ്യത. അപ്പം അത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വീട്ടിലൊക്കെ ആകുമ്പോൾ പൊടികൾ ഇല്ലാത്ത സ്ഥലത്ത് പൊടി കൂടുതൽ അടിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. വീടൊക്കെ വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മുഖം മൂടിക്കെട്ടണം. കഴിയുന്നതും പൊടി അടിക്കാതെ നമുക്ക് തണുത്ത തുണി കൊണ്ട് വീടും ഫർണിച്ചറൊക്കെ വൃത്തിയാക്കുന്നതാണ് നല്ലത്. അപ്പം ബെഡ്ഷീറ്റ്, തലയണ ഒക്കെ പൊടിയടിക്കാതെ നമുക്കത് വെയിലത്തിട്ട് ഉണക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് പൊടി വീട്ടിനുള്ളിൽ ഭയങ്കരമായിട്ട് കുറയ്ക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ ആസ്മ കുറയ്ക്കാൻ പറ്റും. പുക അടിക്കുമ്പോൾ ശ്വാസതടസ്സം ഉണ്ടാവാറുണ്ടോ? അപ്പോൾ പുക, ഇപ്പോൾ അടുക്കളയിലെ പുക അല്ലെങ്കിൽ ഫാക്ടറിയിലെ പുക അല്ലെങ്കിൽ സിഗരറ്റ് വലിവിട്ട പുക, അങ്ങനത്തെ പുകകളൊക്കെ അടിക്കുമ്പോൾ ചിലർക്ക് ആസ്മ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ അങ്ങനെയുള്ള പുക ഒഴിവാക്കേണ്ടി വരും. പിന്നെ പൂമ്പൊടി അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ, പൂപ്പല്, അതൊക്കെ നമുക്ക് അലർജി ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഓക്കെ പൊടിയായിരിക്കും. അപ്പം പക്ഷെ ഇത് 1-2 ചെറിയ ടെസ്റ്റുകളോട് ചെയ്ത് നമുക്ക് രോഗം മനസ്സിലാക്കി ഈ രോഗകാരണം ഉണ്ടാക്കുന്ന പൊടിയും പുകയൊക്കെ ഉപേക്ഷിക്കണം. അതിന് പുറമെ
സ്പൈറോമെട്രി ടെസ്റ്റ് ഒക്കെ എടുത്ത് ഇതാണെന്ന് മനസ്സിലാക്കി അതിനുള്ള കൃത്യമായ ചികിത്സ ചെയ്യേണ്ടി വരും. അലർജി കുറയാനുള്ളതും ആസ്മ നിയന്ത്രിക്കാനുള്ള മരുന്നുകൾ ചിലപ്പോൾ ഉപയോഗിക്കുകയാണെങ്കിൽ പൂർണ്ണമായും അസുഖം ഭേദമാക്കാം. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഈ മരുന്ന് കഴിച്ചത് കൊണ്ട് ആസ്മ പൂർണ്ണമായും ഭേദപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? നമ്മൾ ആസ്മയുടെ ചികിത്സയെ പറ്റി പറയുകയാണെങ്കിൽ അത് നമുക്ക് ആസ്മ ചികിത്സ അതിൻ്റെ രോഗത്തിൻ്റെ തീവ്രത മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചികിത്സ ആരംഭിക്കുന്നത്. തീവ്രത എന്ന് വെച്ചാൽ പൂർണ്ണമായി നിയന്ത്രിക്കാൻ പറ്റുന്ന ആസ്മയുണ്ട്, നിയന്ത്രിത ആസ്മ, ഭാഗികമായി നിയന്ത്രിക്കുന്ന ആസ്മയുണ്ട്, പാർഷ്യലി കൺട്രോൾഡ് ആസ്മ, അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ആസ്മയുണ്ട്, അനിയന്ത്രിതമായ ആസ്മ. ഇങ്ങനെ 3 തരം നമ്മൾ തിരിക്കാൻ പറ്റും. അത് മാത്രമല്ല ആസ്മയുടെ മരുന്നുകൾ നമുക്ക് പ്രധാനമായിട്ടും 3 ഗ്രൂപ്പ് മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ചുരുങ്ങിയ ശ്വാസനാളികൾ ബേസിക്കാനുള്ള മരുന്ന്, ബ്രോങ്കോ ഡയലറ്റേഴ്സ് അല്ലെങ്കിൽ റിലീവർ മരുന്നുകൾ എന്ന് പറയും. ശ്വാസകോശത്തിൻ്റെ ഭിത്തികളിൽ നീർക്കെട്ട് കുറയ്ക്കാനുള്ള മരുന്നുകൾ, അതിനെ പ്രിവെൻറ്റേഴ്സ് അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നുകളെന്ന് പറയും. പിന്നെ അലർജി കുറയ്ക്കാനുള്ള മരുന്നുകളുണ്ട്, ഇതിന് ആൻറ്റി അലർജിക് മരുന്നുകളെന്ന് പറയും. ഇങ്ങനെ 3 തരം മരുന്നുകളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഈ തീവ്രത അനുസരിച്ച് മരുന്നുകൾ ഉപയോഗിക്കുക, കൃത്യമായ അളവിലും ഉപയോഗിക്കുകയാണെങ്കിൽ പൂർണ്ണമായും ആസ്മ നിയന്ത്രണ വിധേയമാക്കാം. പിന്നെ ഈ മരുന്നുകൾ തന്നെ നമുക്ക് ഗുളിക രൂപത്തിൽ, ക്യാപ്സ്യൂൾ രൂപത്തിൽ, ഇൻഹേലർ രൂപത്തിൽ, അങ്ങനെ 2-3 തരത്തിൽ നമുക്ക് കിട്ടും. ഗുളിക രൂപത്തിൽ സാധാരണ മില്ലിഗ്രാം എന്നുള്ള ഡോസിലാണ് നമ്മൾ കഴിക്കുന്നു. കുടലിൽ നിന്ന് രക്തത്തിൽ കലരുകയും ശരീരത്തിന് എല്ലാ ഭാഗത്തും എത്തുകയും അതിലൊരംശം ശ്വാസകോശത്തിലെത്തി അവിടെ പ്രവർത്തിക്കുക ചെയ്യുന്നത്. നേരെ മറിച്ച് ഇൻഹേലർ രൂപത്തിലുള്ള മരുന്നുകളെന്ന് വെച്ചാൽ മൈക്രോഗ്രാം എന്നുള്ള ചെറിയ ഡോസായിരിക്കും. ഇത് മില്ലിഗ്രാമിൻ്റെ 10-1 അതിൽ കുറവ് ഡോസാണ് ഉള്ളത്. ഇൻഹേലർ രൂപത്തിൽ മരുന്ന് എടുക്കുമ്പോൾ അത് നേരിട്ട് ശ്വാസകോശത്തിലെത്തുകയും പെട്ടെന്ന് തന്നെ പ്രവർത്തനം ആരംഭിക്കുകയും അതിന് പുറമെ ദീർഘനേരത്തേക്ക് അതിൻ്റെ പ്രവർത്തനം ശ്വാസകോശത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പാർശ്വഫലങ്ങൾ വളരെ കുറവായിരിക്കും. കൂടുതൽ നല്ല റിസൾട്ട് കിട്ടുന്നത് ഇൻഹേലർ രൂപത്തിലുള്ള മരുന്നുകളാണ്. അതുകൊണ്ട് തന്നെ ഹൃദ്രോഗികളിലും ഗർഭിണികളിലും കുട്ടികളിലുമൊക്കെ ഇങ്ങനെയുള്ള രൂപത്തിലുള്ള മരുന്നുകളാണ് കൂടുതൽ സുരക്ഷിതവും ഫലപ്രദവുമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുമ്പം, ഇൻഹേലറൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് ഡോക്ടർ പറഞ്ഞ അളവിലും സമയത്തും കൃത്യമായി മരുന്ന് ഉപയോഗിക്കണം. 2 ഈ ഇൻഹേലറൊക്കെ ഉപയോഗിക്കുന്നത് കൃത്യമായിട്ട് തന്നെയാണോ, കറക്റ്റ് മെത്തേഡിലാണോ ഉപയോഗിക്കുന്നതെന്നും 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഓരോ രോഗിയുടെയും രോഗതീവ്രത അനുസരിച്ച് അതനുസരിച്ച് ഏത് സമയത്ത് ഏതൊക്കെ മരുന്നാണ് കഴിക്കേണ്ടത് എന്ന് ഒരു കൃത്യമായ ഒരു നിശ്ചയത്തോടെയാണ് മരുന്നുകൾ തുടങ്ങുന്നത്. അത് കറക്റ്റായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ രോഗം നിയന്ത്രിതമാവുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു ഇൻഹേലറൊക്കെ തുടങ്ങുമ്പോൾ ആദ്യമേ രോഗിക്ക് ഇൻഹേലർ ഉപയോഗിക്കുന്ന വിധം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എന്നിട്ട് അവരെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കണം ആദ്യത്തെ പ്രാവശ്യം തന്നെ. അപ്പോൾ അവർക്കത് മനസ്സിലാകും. കൂടാതെ തുടർ പരിശോധനയ്ക്ക് അവർ വരുമ്പോൾ അവർ ഇൻഹേലർ ഉപയോഗിക്കുന്ന വിധം കൃത്യമാണോ എന്ന് നമ്മൾ വീണ്ടും പരിശോധിച്ചു കൊണ്ടിരിക്കണം. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ സർ. പറഞ്ഞോളൂ. ഹലോ, പറയൂ. ആ സർ, എന്റെ പേര് അരുണാണ്. ഞാൻ പാലക്കാട്ടിൽ നിന്ന് വിളിക്കുന്നത്. ഓക്കെ സർ, ആക്ച്വലി എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഭയങ്കരമായിട്ടുണ്ട് സാർ. ശ്വാസം മുട്ടലാണ് ഉള്ളത്. അപ്പോ ഒരു ടാബ്ലറ്റ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു, സൈസാൾ എം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് കഴിക്കുമ്പോ ഞങ്ങൾക്ക് 2 ദിവസത്തിന് ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ 3rd ഡേ ആയി കഴിഞ്ഞാല് വീണ്ടും ഈ ബ്രീത്തിങ് പ്രോബ്ലം തുടങ്ങും സാർ. ശ്വാസം മുട്ടൽ. നെഞ്ചിലുള്ള വിസിലടിക്കുന്ന പോലെ ശബ്ദം ഉണ്ടോ? നെഞ്ചിലൊരു പിടുത്തം പോലെ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? ഭയങ്കര പിടുത്തം ഉണ്ടാവും സാർ നെഞ്ചിനകത്ത്. ഇത് നിങ്ങൾ കേട്ടിട്ട് അലർജി ആസ്മയായിട്ട് തോന്നുന്നു. അപ്പം ഒരുപക്ഷെ തണുപ്പോ അല്ലെങ്കിൽ പൊടിയോ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ പ്രോബ്ലം. ഡോക്ടർ തന്ന ഗുളിക മെയിനായിട്ട് അലർജി കുറയ്ക്കാനുള്ള മരുന്നാണ്. അലർജി കുറയ്ക്കുന്ന മരുന്ന് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ അതിന് പുറമെ
ഒരുപക്ഷെ ശ്വസന ശേഷി പരിശോധന അല്ലെങ്കിൽ സ്പൈറോമെട്രി ടെസ്റ്റ് ചെയ്തിട്ട് ആസ്മയാണെന്ന് മനസ്സിലാക്കി ഒരുപക്ഷെ മറ്റുള്ള ഗ്രൂപ്പ് മരുന്നുകൾ ബ്രോങ്കോ ഡയലറ്റേഴ്സും അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നുകളും കൂടെ തുടങ്ങിയാൽ കുറച്ചുകൂടി നല്ല മാറ്റം ഉണ്ടാകും, പൂർണ്ണമായും നിയന്ത്രിച്ച് നിർത്താൻ പറ്റുമായിരിക്കും. ഓക്കെ, നമ്മൾക്ക് നിയന്ത്രിക്കാനേ പറ്റുള്ളൂ അല്ലേ സർ? കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവില്ലല്ലോ. അതെ അതെ, നിയന്ത്രിച്ച് കൃത്യമായ അളവിലും റെഗുലറായിട്ടും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പൂർണ്ണമായും നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. ഓക്കെ സാർ, ഇപ്പൊ എനിക്ക് ഡൗട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ തണുപ്പ് കഴിച്ചില്ലെങ്കിലും മീൻസ് പൊടികളിലൊന്നും അധികം പോയില്ല, മൂക്കിലെല്ലാം കെട്ടിയിട്ടാണ് വീട്ടിനകത്ത് ഇരിക്കുന്നതെങ്കിലും പിന്നെയും ഈ 2 days കഴിഞ്ഞാൽ ഈ പ്രോബ്ലം വരുന്നുണ്ട് സാർ. അപ്പോ നമ്മൾ തണുപ്പ് കഴിച്ചാലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ പൊടി തട്ടിയാലും ഇല്ലെങ്കിലും ഈ പ്രോബ്ലം വരുന്നുണ്ട് 2 ദിവസം കഴിയുമ്പോ. അപ്പൊ എന്തായിരിക്കും സാർ അതിന്റെ പ്രോബ്ലം? അത് എന്തായാലും നിങ്ങൾക്ക് രോഗലക്ഷണങ്ങൾ കണ്ടിട്ട് ആസ്മയുടെ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ആ ഇൻഹേലർ മരുന്നുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ തീവ്രത മനസ്സിലാക്കി നമ്മൾ അതനുസരിച്ച് മരുന്നുകൾ കൊടുത്ത് അത് പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കേണ്ടി വരും. ഒരുപക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് 30% ആൾക്കാരിൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് തീർത്തും ഇല്ലാതാകാനും സാധ്യതയുണ്ട്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, എന്തുകൊണ്ടാണ് ആസ്മ നിയന്ത്രിക്കാൻ മാത്രം കഴിയുന്നത്, പൂർണ്ണമായും മാറ്റാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? അത് നമ്മൾ മറ്റ് പല കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കേണ്ടി വരും. കാരണം അലർജിയുടെ ഉണ്ടാക്കുന്ന ഈ ആസ്മ ഉണ്ടാക്കുന്ന അലർജി ഉണ്ടാക്കുന്ന ഈ പ്രേരക വസ്തുക്കൾ ഒരുപക്ഷെ വീണ്ടും തുടർച്ചയായി ഈ രോഗിയുമായിട്ട് ബന്ധം ഉണ്ടാവുമായിരിക്കും. ഉദാഹരണത്തിന് പൊടി, പൂപ്പൽ, പൂമ്പൊടികൾ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പം ഈ പ്രേരക വസ്തുക്കളുമായിട്ടുള്ള ബന്ധം വളരെ കുറയ്ക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പിന്നെയും പിന്നെ ഉണ്ടാകുന്ന അലർജി കുറയ്ക്കാൻ പറ്റും. അതുമൂലം ആസ്മ പൂർണ്ണമായിട്ട് ഒരുപക്ഷെ മാറിയേക്കാം. പക്ഷെ വീണ്ടും വീണ്ടും ഇങ്ങനെ അലർജിയും വീണ്ടും വീണ്ടും എക്സ്പോഷർ ഉണ്ടാവുകയും വീണ്ടും വീണ്ടും ശ്വാസതടസ്സം വരികയും ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഈ നിയന്ത്രണ വിധേയമാക്കാനേ പറ്റുകയുള്ളൂ. ബ്രേക്ക് എടുത്തിട്ട് വരാം. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഈ മരുന്ന് കഴിച്ചത് കൊണ്ട് ആസ്മ പൂർണ്ണമായും ഭേദപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? നമ്മൾ ആസ്മയുടെ ചികിത്സയെ പറ്റി പറയുകയാണെങ്കിൽ അത് നമുക്ക് ആസ്മ ചികിത്സ അതിൻ്റെ രോഗത്തിൻ്റെ തീവ്രത മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചികിത്സ ആരംഭിക്കുന്നത്. തീവ്രത എന്ന് വെച്ചാൽ പൂർണ്ണമായി നിയന്ത്രിക്കാൻ പറ്റുന്ന ആസ്മയുണ്ട്, നിയന്ത്രിത ആസ്മ, ഭാഗികമായി നിയന്ത്രിക്കുന്ന ആസ്മയുണ്ട്, പാർഷ്യലി കൺട്രോൾഡ് ആസ്മ, അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ആസ്മയുണ്ട്, അനിയന്ത്രിതമായ ആസ്മ. ഇങ്ങനെ 3 തരം നമ്മൾ തിരിക്കാൻ പറ്റും. അത് മാത്രമല്ല ആസ്മയുടെ മരുന്നുകൾ നമുക്ക് പ്രധാനമായിട്ടും 3 ഗ്രൂപ്പ് മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ചുരുങ്ങിയ ശ്വാസനാളികൾ ബേസിക്കാനുള്ള മരുന്ന്, ബ്രോങ്കോ ഡയലറ്റേഴ്സ് അല്ലെങ്കിൽ റിലീവർ മരുന്നുകൾ എന്ന് പറയും. ശ്വാസകോശത്തിൻ്റെ ഭിത്തികളിൽ നീർക്കെട്ട് കുറയ്ക്കാനുള്ള മരുന്നുകൾ, അതിനെ പ്രിവെൻറ്റേഴ്സ് അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നുകളെന്ന് പറയും. പിന്നെ അലർജി കുറയ്ക്കാനുള്ള മരുന്നുകളുണ്ട്, ഇതിന് ആൻറ്റി അലർജിക് മരുന്നുകളെന്ന് പറയും. ഇങ്ങനെ 3 തരം മരുന്നുകളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഈ തീവ്രത അനുസരിച്ച് മരുന്നുകൾ ഉപയോഗിക്കുക, കൃത്യമായ അളവിലും ഉപയോഗിക്കുകയാണെങ്കിൽ പൂർണ്ണമായും ആസ്മ നിയന്ത്രണ വിധേയമാക്കാം. പിന്നെ ഈ മരുന്നുകൾ തന്നെ നമുക്ക് ഗുളിക രൂപത്തിൽ, ക്യാപ്സ്യൂൾ രൂപത്തിൽ, ഇൻഹേലർ രൂപത്തിൽ, അങ്ങനെ 2-3 തരത്തിൽ നമുക്ക് കിട്ടും. ഗുളിക രൂപത്തിൽ സാധാരണ മില്ലിഗ്രാം എന്നുള്ള ഡോസിലാണ് നമ്മൾ കഴിക്കുന്നു. കുടലിൽ നിന്ന് രക്തത്തിൽ കലരുകയും ശരീരത്തിന് എല്ലാ ഭാഗത്തും എത്തുകയും അതിലൊരംശം ശ്വാസകോശത്തിലെത്തി അവിടെ പ്രവർത്തിക്കുക ചെയ്യുന്നത്. നേരെമറിച്ച് ഇൻഹേലർ രൂപത്തിലുള്ള മരുന്നുകളെന്ന് വെച്ചാൽ മൈക്രോഗ്രാം എന്നുള്ള ചെറിയ ഡോസായിരിക്കും. ഇത് മില്ലിഗ്രാമിൻ്റെ 10-1 അതിൽ കുറവ് ഡോസാണ് ഉള്ളത്. ഇൻഹേലർ രൂപത്തിൽ മരുന്ന് എടുക്കുമ്പോൾ അത് നേരിട്ട് ശ്വാസകോശത്തിലെത്തുകയും പെട്ടെന്ന് തന്നെ പ്രവർത്തനം ആരംഭിക്കുകയും അതിനു പുറമെ ദീർഘനേരത്തേക്ക് അതിൻ്റെ പ്രവർത്തനം ശ്വാസകോശത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പാർശ്വഫലങ്ങൾ വളരെ കുറവായിരിക്കും. കൂടുതൽ നല്ല റിസൾട്ട് കിട്ടുന്നത് ഇൻഹേലർ രൂപത്തിലുള്ള മരുന്നുകളാണ്. അതുകൊണ്ട് തന്നെ
ഹൃദ്രോഗികളിലും ഗർഭിണികളിലും കുട്ടികളിലുമൊക്കെ ഇങ്ങനെയുള്ള രൂപത്തിലുള്ള മരുന്നുകളാണ് കൂടുതൽ സുരക്ഷിതവും ഫലപ്രദവുമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുമ്പം ഇൻഹേലറൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് ഡോക്ടർ പറഞ്ഞ അളവിലും സമയത്തും കൃത്യമായി മരുന്ന് ഉപയോഗിക്കണം. 2, ഈ ഇൻഹേലറൊക്കെ ഉപയോഗിക്കുന്നത് കൃത്യമായിട്ട് തന്നെയാണോ, കറക്റ്റ് മെത്തേഡിലാണോ ഉപയോഗിക്കുന്നതെന്നും 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഓരോ രോഗിയുടെയും രോഗതീവ്രത അനുസരിച്ച് അതനുസരിച്ച് ഏത് സമയത്ത് ഏതൊക്കെ മരുന്നാണ് കഴിക്കേണ്ടത് എന്ന് ഒരു കൃത്യമായ ഒരു നിശ്ചയത്തോടെയാണ് മരുന്നുകൾ തുടങ്ങുന്നത്. അത് കറക്റ്റായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ രോഗം നിയന്ത്രിതമാവുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു ഇൻഹേലറൊക്കെ തുടങ്ങുമ്പോൾ ആദ്യമേ രോഗിക്ക് ഇൻഹേലർ ഉപയോഗിക്കുന്ന വിധം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. എന്നിട്ട് അവരെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കണം ആദ്യത്തെ പ്രാവശ്യം തന്നെ. അപ്പോൾ അവർക്കത് മനസ്സിലാകും. കൂടാതെ തുടർ പരിശോധനയ്ക്ക് അവർ വരുമ്പോൾ അവർ ഇൻഹേലർ ഉപയോഗിക്കുന്ന വിധം കൃത്യമാണോ എന്ന് നമ്മൾ വീണ്ടും പരിശോധിച്ചു കൊണ്ടിരിക്കണം. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? അരുൺ മേഡം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ. ഹലോ സർ. യെസ്, പറഞ്ഞോളൂ. ഹലോ, പറയൂ. ആ സർ, എന്റെ പേര് അരുൺ ആണ്. ഞാൻ പാലക്കാട്ടിൽ നിന്ന് വിളിക്കുന്നത്. ഓക്കെ സർ, ആക്ച്വലി എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഭയങ്കരമായിട്ടുണ്ട് സർ. ശ്വാസം മുട്ടലാണ് ഉള്ളത്. അപ്പോ ഒരു ടാബ്ലറ്റ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു, സൈസാൾ എം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് കഴിക്കുമ്പോ ഞങ്ങൾക്ക് 2 ദിവസത്തിന് ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ 3rd ഡേ ആയി കഴിഞ്ഞാല് വീണ്ടും ഈ ബ്രീത്തിങ് പ്രോബ്ലം തുടങ്ങും സർ. ശ്വാസം മുട്ടൽ. നെഞ്ചിലുള്ള വിസിലടിക്കുന്ന പോലെ ശബ്ദം ഉണ്ടോ? നെഞ്ചിലൊരു പിടുത്തം പോലെ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? ഭയങ്കര പിടുത്തം ഉണ്ടാവും സാർ നെഞ്ചിനകത്ത്. അത് നിങ്ങൾ കേട്ടിട്ട് അലർജി ആസ്മയായിട്ട് തോന്നുന്നു. അപ്പം ഒരുപക്ഷെ തണുപ്പോ അല്ലെങ്കിൽ പൊടിയോ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ പ്രോബ്ലം. ഡോക്ടർ തന്ന ഗുളിക മെയിനായിട്ട് അലർജി കുറയ്ക്കാനുള്ള മരുന്നാണ്. അലർജി കുറയ്ക്കുന്ന മരുന്ന് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ അതിന് പുറമെ ഒരുപക്ഷെ ശ്വസന ശേഷി പരിശോധന അല്ലെങ്കിൽ സ്പൈറോമെട്രി ടെസ്റ്റ് ചെയ്തിട്ട് ആസ്മയാണെന്ന് മനസ്സിലാക്കി ഒരുപക്ഷെ മറ്റുള്ള ഗ്രൂപ്പ് മരുന്നുകൾ, ബ്രോങ്കോ ഡയലറ്റേഴ്സും അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നുകളും കൂടെ തുടങ്ങിയാൽ കുറച്ചുകൂടി നല്ല മാറ്റം ഉണ്ടാകും. പൂർണ്ണമായും നിയന്ത്രിച്ച് നിർത്താൻ പറ്റുമായിരിക്കും. നമ്മൾക്ക് നിയന്ത്രിക്കാനേ പറ്റുള്ളൂ അല്ലേ സർ? കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവില്ലല്ലോ. അതെ, നിയന്ത്രിച്ച് കൃത്യമായ അളവിലും റെഗുലറായിട്ടും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പൂർണ്ണമായും നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. ഓക്കെ സർ. ഇപ്പൊ എനിക്ക് ഡൗട്ട് എന്ന് വെച്ചാൽ, നമ്മൾ ഈ തണുപ്പ് കഴിച്ചില്ലെങ്കിലും മീൻസ് പൊടികളിലൊന്നും അധികം പോയില്ല, മൂക്കിലെല്ലാം കെട്ടിയിട്ടാണ് വീട്ടിനകത്ത് ഇരിക്കുന്നതെങ്കിലും പിന്നെയും ഈ 2 days കഴിഞ്ഞാൽ ഈ പ്രോബ്ലം വരുന്നുണ്ട് സർ. അപ്പോ നമ്മൾ തണുപ്പ് കഴിച്ചാലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ പൊടി തട്ടിയാലും ഇല്ലെങ്കിലും ഈ പ്രോബ്ലം വരുന്നുണ്ട് 2 ദിവസം കഴിയുമ്പോ. അപ്പൊ എന്തായിരിക്കും സാർ അതിന്റെ പ്രോബ്ലം? അത് എന്തായാലും നിങ്ങൾക്ക് രോഗലക്ഷണങ്ങൾ കണ്ടിട്ട് ആസ്മയുടെ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ആ ഇൻഹേലർ മരുന്നുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ തീവ്രത മനസ്സിലാക്കി നമ്മൾ അതനുസരിച്ച് മരുന്നുകൾ കൊടുത്ത് അത് പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കേണ്ടി വരും. ഒരുപക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് 30% ആൾക്കാരിൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് തീർത്തും ഇല്ലാതാകാനും സാധ്യതയുണ്ട്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, എന്തുകൊണ്ടാണ് ആസ്മ നിയന്ത്രിക്കാൻ മാത്രം കഴിയുന്നത്, പൂർണ്ണമായി മാറ്റാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? അത് നമ്മൾ മറ്റ് പല കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കേണ്ടി വരും. കാരണം അലർജിയുടെ ഉണ്ടാക്കുന്ന ഈ ആസ്മ ഉണ്ടാക്കുന്ന അലർജി ഉണ്ടാക്കുന്ന ഈ പ്രേരക വസ്തുക്കൾ ഒരുപക്ഷെ വീണ്ടും തുടർച്ചയായി ഈ രോഗിയുമായിട്ട് ബന്ധം ഉണ്ടാവുമായിരിക്കും. ഉദാഹരണത്തിന് പൊടി, പൂപ്പൽ, പൂമ്പൊടികൾ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പം ഈ പ്രേരക വസ്തുക്കളുമായിട്ടുള്ള ബന്ധം വളരെ കുറയ്ക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പിന്നെയും പിന്നെ ഉണ്ടാകുന്ന അലർജി കുറയ്ക്കാൻ പറ്റും. അതുമൂലം ആസ്മ പൂർണ്ണമായിട്ട് ഒരുപക്ഷെ മാറിയേക്കാം. പക്ഷെ വീണ്ടും ഇങ്ങനെ അലർജിയും വീണ്ടും എക്സ്പോഷർ ഉണ്ടാവുകയും വീണ്ടും ശ്വാസതടസ്സം വരികയും ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഈ നിയന്ത്രണ വിധേയമാക്കാനേ പറ്റുകയുള്ളൂ. ബ്രേക്ക് എടുത്തിട്ട് വരാം. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്.
ഡോക്ടറിലെ തുടരുന്നു. ഡോക്ടർ, ഈ ഇൻഹേലർ മരുന്നുകൾക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ? അതിനോടൊരു എഡിക്ഷൻ തോന്നുക അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായും ഇൻഹേലർ മരുന്നുകൾ എന്ന് വെച്ചാൽ സാധാരണ മരുന്നുകൾ തന്നെയാണ്. അത് മില്ലിഗ്രാമിന് പകരം മൈക്രോഗ്രാമായിട്ട് ചെറിയ കണികകളായിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഡോസിൻ്റെ അംശം വളരെ കുറവായിരിക്കും. 10 അതിൽ കുറവ് അംശമാണ് ഡോസ് ഉള്ളത് ഇൻഹേലറിൽ. പിന്നെ ഇൻഹേലർ ഞാൻ പറഞ്ഞ പോലെ നമ്മളത് ഉപയോഗിക്കുമ്പോൾ 2 വിധത്തിൽ മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇൻഹേലറിൽ. ബ്രോങ്കോഡൈലറ്റർ അല്ലെങ്കിൽ ശ്വാസനാളികൾ വികസിക്കാനുള്ള മരുന്നുകൾ. അവ ചിലപ്പോൾ ചില രോഗികൾക്ക് എപ്പോഴും ആവശ്യം വരില്ല ആ മരുന്നുകൾ. അത് ശ്വാസതടസ്സം കൂടുതലുള്ളപ്പോൾ, ചുമ കൂടുതലുള്ളപ്പോൾ മാത്രമാണ് ഈ ബ്രോങ്കോഡൈലറ്റർ മരുന്നുകൾ ആവശ്യം വരിക. നേരെ മറിച്ച് പ്രിവെൻറ്റീവ് മരുന്നുകൾ, ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ അല്ലെങ്കിൽ ശ്വാസനാളികളുടെ വീക്കം കുറയ്ക്കാനുള്ള മരുന്നുകൾ, അതും ഇൻഹേലർ രൂപത്തിൽ കിട്ടും. ഇത് നമ്മൾ ഒരുപക്ഷെ തുടർച്ചയായിട്ട് ഉപയോഗിക്കേണ്ടി വരും. കാരണം വെച്ചാൽ അപ്പോൾ ശ്വാസനാളികളിലുള്ള അലർജി പിന്നെയും ഉണ്ടായാലും ആ ശ്വാസനാളികൾ വികസിച്ച് നിൽക്കുകയും അതിലുള്ള നീർക്കെട്ട് കുറഞ്ഞിരിക്കുകയും ചെയ്യും. ശ്വാസനാളികൾ വികസിച്ചിരിക്കും. അപ്പം ഈ മരുന്നുകൾ നല്ല ശക്തിയായ ആസ്മയുള്ള ആൾക്കാർക്ക് നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ അതൊക്കെ വളരെ ചെറിയ ഡോസിലാണ് ഉപയോഗിക്കുന്നത്. നേരിട്ട് ശ്വാസകോശത്തിൽ പോവുകയും അവിടെ പ്രവർത്തിക്കുകയും ബാക്കിയുള്ള മരുന്നുകൾ പുറത്തോട്ട് വരികയും ചെയ്യുന്നു. ശരീരത്തിന് മറ്റ് അവയവങ്ങളിലേക്കൊന്നും പോകാനോ മറ്റ് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാനോ സാധ്യത കുറവാണ്. അഡിക്ഷൻ എന്ന് നമുക്കത് പറയാൻ പറ്റില്ല. അതൊരു കുറച്ച് തെറ്റായ ധാരണയുണ്ട്. നമ്മൾ സാധാരണ മരുന്നുകൾ തന്നെ ചെറിയ ഡോസിൽ നേരിട്ട് ശ്വാസകോശത്തിലേക്ക് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇൻഹേലർ. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ. നിങ്ങൾ എത്ര വയസ്സുള്ള ആളാണ്? വയസ്സുള്ള. പുകവലി ഉണ്ടായിരുന്നോ? അപ്പം പറഞ്ഞോളൂ. എത്ര വർഷമായിട്ട് ഇങ്ങനെ കഫക്കെട്ടുണ്ട്? ഷുഗറിന്റെ കംപ്ലൈന്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തുമ്മലുണ്ടോ? ഓക്കെ. അത് നമ്മൾ നിങ്ങളുടെ ഇതിൽ അത് ശ്വസന ശേഷി പരിശോധന അല്ല, സ്പൈറോമെട്രിയും ചെസ്റ്റിൻ്റെ എക്സ്റേയും എടുത്ത് പരിശോധിച്ച് വേറെ വല്ല അസുഖങ്ങളുണ്ടോ? ഉദാഹരണത്തിന് COPD അസുഖം, സ്ഥായിയായ ശ്വാസകോശ ചുരുക്കരോഗം അങ്ങനെ ഉണ്ടോ, പിന്നെ ബ്രോങ്കക്ടേസിസ് അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നൊക്കെ നമ്മളത് മനസ്സിലാക്കി തുടർച്ചയായിട്ടുള്ള കഫക്കെട്ട് അതുകൊണ്ടാണോ എന്നുള്ളത് മനസ്സിലാക്കണം. അതൊന്നും ഇല്ല എങ്കിൽ നമ്മൾ ഈ അലർജി കുറയാനുള്ള മരുന്നുകളും ഇൻഹേലർ രൂപത്തിലുള്ള മരുന്നുകളും ഉപയോഗിക്കേണ്ടി വരും. പിന്നെ കഫക്കെട്ട് ഇങ്ങനെ സീസണലായിട്ട് കഫക്കെട്ട് വരുന്ന ആൾക്കാർക്ക് നമുക്ക് ചില വാക്സിനുകളൊക്കെ എടുക്കാറുണ്ട് കഫക്കെട്ട് കുറയാൻ. ഇൻഫ്ലുവൻസ വാക്സിൻ, ന്യൂമോകോക്കൽ വാക്സിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന കഫക്കെട്ട് കുറയും. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ ആസ്മ അറ്റാക്കും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആസ്മ അറ്റാക്ക് ശക്തിയായ ആസ്മയുടെ ഒരു അവസ്ഥയാണ് ആസ്മ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ. കൃത്യമായ അളവിൽ മരുന്ന് എടുക്കുകയും പ്രിവെൻറ്റീവ് രൂപത്തിലുള്ള മരുന്നുകളൊക്കെ കൃത്യമായിട്ട് എടുക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള അസുഖം വരാൻ സാധ്യത കുറവാണ്. അത് മാത്രമല്ല, അലർജി ഏതൊക്കെ വസ്തുക്കളാണോ അലർജി ഉണ്ടാക്കുന്നത് അതൊക്കെ അവോയ്ഡ് ചെയ്യുന്ന പ്രേരക വസ്തുക്കളായിട്ടുള്ള ബന്ധം കുറയ്ക്കുന്ന ആൾക്കാർക്കും ഇങ്ങനെ അറ്റാക്ക് വരാൻ സാധ്യത കുറവാണ്. പക്ഷേ പെട്ടെന്നുണ്ടാകുന്ന ശ്വാസതടസ്സമാണ് ഈ അറ്റാക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിവർന്നിരിക്കുക, കിടക്കരുത്, അയഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിക്കുക. പിന്നെ ഡോക്ടർ നിർദ്ദേശിച്ച അളവിൽ ഈ ബ്രോങ്കോഡൈലറ്റർ അല്ലെങ്കിൽ റിലീവർ മരുന്നുകൾ നമ്മൾ ഇൻഹേലർ രൂപത്തിൽ ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ശ്വാസതടസ്സം അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ വീണ്ടും ഡോക്ടർ പറഞ്ഞ പോലെ അളവിൽ ഇൻഹേലർ മരുന്നുകൾ, ബ്രോങ്കോഡൈലറ്റർ എന്നുള്ള ഗ്രൂപ്പ് മരുന്നുകൾ ഉപയോഗിക്കുക. എന്നിട്ടും അത് കുറഞ്ഞിട്ടില്ലെങ്കിൽ ഉടനെ ആശുപത്രിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നെബുലൈസറൊക്കെ എടുത്തിട്ട് അത് ശരിയാക്കേണ്ടി വന്നേക്കാം.
ഡോക്ടറിൻ്റെ സമയം ഇവിടെ പൂർണ്ണമായി. ആസ്മയുടെ ചികിത്സയെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നതിന് നന്ദി.